ട്രേഡേഴ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാപ്പ് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ബേസിക്കലി ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാരും ഈ ഒരു ട്രാപ്പ് ട്രേഡിങ്ങിൽ പെട്ട് അവരുടെ ക്യാപിറ്റൽ തന്നെ ലോസ് ചെയ്തവരായിരിക്കും. അപ്പോൾ അതിന് ഒരു സിമ്പിൾ സൊല്യൂഷൻ ആൻഡ് വാട്ട് ഈസ് ട്രാപ്പ് ട്രേഡിങ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു ബിഗിനർ ട്രേഡറാണ്. അപ്പോൾ ബേസിക്കലി എൻ്റെയും ഇതുപോലെ തന്നെ ക്യാപിറ്റൽ പോയതുമാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് സീനിയേഴ്സിനോട് ചോദിച്ചു. അങ്ങനെ കുറേ പേരോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം പിടികിട്ടി. അപ്പോൾ പിന്നെ റിയൽ ലൈഫിൽ ഞാൻ കുറച്ച് പേപ്പർ ട്രേഡ് എല്ലാം ചെയ്ത് ഇതിനെ ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി ചെയ്താണ് ഇപ്പോൾ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ട്രാപ്പ് ട്രേഡിങ് എന്താണെന്ന് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. അതിനു മുമ്പ് നമുക്കറിയാം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ട്രേഡറിൻ്റെ ലോസും മറ്റൊരു ട്രേഡറിൻ്റെ പ്രോഫിറ്റാണ്. അത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഈ ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ 2 ടൈപ്പ് ട്രേഡേഴ്സാണുള്ളത്. ഒന്ന് എന്നെയും നിങ്ങളെപ്പോലെ തന്നെ ഇത് കാണുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സും, രണ്ടാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ്. അതായത് ഹ്യൂജ് ക്യാപിറ്റൽ വെച്ച് മിനിമം 10 lakhs ക്യാപിറ്റൽ വെച്ചായിരിക്കും അവർ ട്രേഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിലുണ്ടല്ലോ, അതിൽ ഒരു സിംഗിൾ ക്യാൻഡിൽ നമ്മളെക്കൊണ്ട് ഒരിക്കലും അനക്കാൻ പറ്റില്ല. അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡറിന് മാത്രമേ അതൊന്ന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നല്ല, ദർ ആർ മെനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ട്രാപ്പ് ട്രേഡിംഗ് എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. അതായത് നമ്മുടെ ഈ ഒരു ക്യാപിറ്റൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരാളുടെ ലോസ് ആയിരിക്കും മറ്റൊരാളുടെ പ്രോഫിറ്റ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൻട്രി പോയിൻ്റ് വെച്ച് നമുക്ക്, അതായത് സ്യൂട്ടബിളായിട്ട് നമ്മൾ ഒരിടത്ത് എൻട്രി എടുക്കുന്നു. ഈ ഒരു എൻട്രി പോയിൻറ്റിൽ വെച്ച് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് കുറച്ച് ഒരു ക്യാൻഡിൽ മൂവ് ചെയ്ത് കഴിഞ്ഞ് നൈസായിട്ട് അവർ ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ട്രാപ്പ് ചെയ്യും. അതായത് നമ്മൾ ആ എൻട്രി എടുത്ത പൊസിഷനിൽ ഇവർ ചെയ്യുന്നത് അവരുടെ ഫുൾ ക്വാണ്ടിറ്റി ചിലപ്പോൾ അവരവിടെ സെല്ല് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാൻഡിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയെന്നിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസിൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസും ബ്രേക്ക് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ തന്നെ മൊത്തത്തിലും പോയെന്നിരിക്കും. അപ്പോൾ ഇതിനൊരു സിമ്പിൾ സൊല്യൂഷൻ, അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഫോർ എക്സാമ്പിൾ അതിനേക്കാൾ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ഒരു കേസിൽ സിമ്പിളി പറയുക, ഒരു ക്യാൻഡിൽ ചിലപ്പോൾ ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാൻഡിലും കൊണ്ട് തന്നെയായിരിക്കും അവർ നമ്മൾ ട്രാപ്പ് ചെയ്യുന്നത്. ഇത് ഞാൻ എടുത്തേക്കുന്നത് 50 minutes ചാർട്ടാണ്. ഈ ഒരു ഭാഗത്ത് വെച്ച് ഞാൻ എൻട്രി എടുത്തു. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാം ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് താഴോട്ട് വരെ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഒരു ക്യാൻഡിൽ മൂവ് ചെയ്തപ്പോൾ, അതായത് ഇവിടെ ഞാൻ എൻട്രി എടുത്താൽ ഈ ഒരു മൗസ് പോയിൻറ്ററിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, ഇവിടെ ഒന്ന് എൻട്രി ഞാൻ എടുത്തിരിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രൈസ്, ഞാൻ എൻട്രി എടുത്ത പ്രൈസിനേക്കാളും താഴോട്ട്, അതാണ് ഈ വിക്ക് ഇവിടം വരെ വന്നേക്കുന്നത്, താഴോട്ട് ഇവിടം വരെ കൊണ്ടുവരും. ഇതൊരു 15 minute ക്യാൻഡിലാണ്. അപ്പോൾ ഒരു 15 minute എടുത്ത് ഇവരെന്നെ കൊണ്ട് ഇങ്ങനെ എൻ്റെ ഒരു പ്രൈസ് താഴോട്ട് വരെ കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ ബേസിക്കലി നമ്മളെപ്പോലുള്ള ബിഗിനർ ട്രേഡേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ കൂടുതൽ ലോസ് ചെയ്യേണ്ട, അതായത് പോർട്ട്ഫോളിയോ കൂടുതൽ നെഗറ്റീവ് ആവണ്ടല്ലോ എന്ന് ഓർത്ത് ചിലപ്പോൾ ഇവിടെ വെച്ച് അവർ എക്സിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ സെല്ല് ചെയ്യും. അങ്ങനെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ ക്യാപിറ്റൽ കുറച്ചൊക്കെ ലോസ് ചെയ്ത് നമുക്ക് ചെറിയൊരു ലോസ് അവിടെ ഉണ്ടായി. അപ്പോൾ ഈ ഒരു ലോസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന് ആ ഒരു എമൗണ്ട് അവരുടെ വാളറ്റിലോട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് സിമ്പിളി, ഒറ്റ ഒരു ക്യാൻഡിലും കൊണ്ട് തന്നെയായിരിക്കും അവർ ചിലപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇതിനൊരു സിമ്പിൾ സൊല്യൂഷനാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പല ടൈപ്പ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നവരുണ്ട്. ഒന്ന് പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യും, സ്ട്രാറ്റജി മീൻസ് അതായത് പല മെത്തേഡ് യൂസ് ചെയ്യും. ഒന്ന് ഈ ഒരു പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യുന്നവരുണ്ട്, അതല്ലെങ്കിൽ ഈ ഓർഡർ ബ്ലോക്ക് സിസ്റ്റം യൂസ് ചെയ്യുന്നവർ കാണും. ഇപ്പോൾ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യുന്നവർക്ക് സിമ്പിൾ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസിൽ ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഇങ്ങനെ മുമ്പോട്ട് പോയി തിരിച്ച് ഒരു റീടെസ്റ്റ് വന്നിട്ട് നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് റീടച്ച് ചെയ്ത് കഴിഞ്ഞ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നാൽ അവിടെ നമുക്ക് ഒരു ട്രേഡ് എടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ SMC യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് സിസ്റ്റം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതേ ടെക്നിക്ക് തന്നെ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ള ഒരു ക്യാൻഡിൽ വെച്ച് അവിടെ വെച്ച് നമ്മളൊരു ഡ്രോ ചെയ്യുന്നു. അങ്ങനെ ഡ്രോ ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു നെക്സ്റ്റ് അവിടെ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിൽ, ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്, ഈ മൗസ് പോയിൻറ്ററിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ
എനിക്ക് ഒരു അപ് ടു ഒരു 100 അടുത്തുള്ളൊരു ഇത് കിട്ടുന്നുണ്ട്. 100 അപ്രോക്സിമേറ്റ്ലി 100 വരെ 100 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ ഒരു എൻട്രി എടുത്താൽ, ഈ ഒരു പോയിൻ്റ് വെച്ച് ഒരു എൻട്രി എടുത്താൽ എനിക്ക് അപ് ടു ഒരു 150 to 200 വരെയുള്ള പോയിൻറ്റിൻ്റെ ഗ്രോത്തും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ SMCയിൽ നമ്മൾ വരച്ച ആ ഒരു ഡ്രോയിങ്ങിൻ്റെ അവിടെ ഓർഡർ ബ്ലോക്കിൻ്റെ അവിടെ ഒരു ക്യാൻഡിൽ വന്ന് ടച്ച് ചെയ്തിട്ട് പിന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നാൽ, ഇപ്പോൾ ഞാൻ ഇത് എടുത്തേക്കുന്നത് 15 മിനിറ്റ് ചാർട്ടാണെങ്കിലും നിങ്ങൾക്ക് 5 മിനിറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ വെച്ച് നമുക്കൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ ബേസിക്കലി അപ്പോൾ ഇതൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് കൊണ്ടുവരികയും ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കൊണ്ടുവരികയും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും. ഇപ്പോൾ ചെറിയ ക്യാപിറ്റലുള്ളവർക്ക് പോലും നല്ലൊരു അവിടെ ഒരു പ്രോഫിറ്റ് കിട്ടിയെന്ന് തന്നെ ഇരിക്കും. പിന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് യൂസ് ചെയ്യുന്നവർക്ക് ബേസിക്കലി അറിയേണ്ട ഒരു കാര്യം, ഇത് മാക്സിമം 1 or 2 ടൈംസ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റ ഒരു ഓർഡർ ബ്ലോക്കിൽ ഒന്നല്ലെങ്കിൽ 2 പ്രാവശ്യം നമുക്ക് അവിടെ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ ടച്ച് ചെയ്തു 150 to 200 പോയിൻറ്റ് വരെ ഇത് അത്രയും പോയിൻറ്റിൻ്റെ ഗ്രോത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബേസിക്കലി ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഓരോ ദിവസത്തെ ട്രേഡ് എടുക്കുന്നവർക്കാണെങ്കിലും മിനിമം ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണെങ്കിലും വരും. ഇപ്പോൾ ഇത് കാണുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ കാണുന്നുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് ബൈ പൊസിഷൻ ചെയ്ത് ഇവിടെ ഒരു എൻട്രി എടുത്തിട്ട് നമുക്ക് അപ് ടു ഒരു 100 പോയിൻറ്റ്സിൻ്റെ തന്നെ അടുത്തുള്ള ഒരു പോർട്ട്ഫോളിയോ കിട്ടും. ഉറപ്പായിട്ടും അവിടെ അത്ര ഒരു പ്രോഫിറ്റ് കിട്ടിയെന്നിരിക്കും. പിന്നെ പിന്നെ അങ്ങനെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ യൂസ് ചെയ്യാം. പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യുന്നവർക്ക് റെസിസ്റ്റൻസി ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു റീടെസ്റ്റ് വന്ന് പിന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നാൽ അവിടെ എൻട്രി എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഓർഡർ ബ്ലോക്ക് യൂസ് ചെയ്ത് തന്നെ ഇതേപോലെ തന്നെ റീടെസ്റ്റ് ചെയ്ത് അവിടെ നമുക്കൊരു എൻട്രി എടുക്കാം. പിന്നെ ഇപ്പോൾ ഒരു ഡൗട്ട് തോന്നും, ഇത് നമുക്ക് ഇൻഡെക്സ്, അതായത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അങ്ങനെ ഓപ്ഷൻസിൽ മാത്രമേ ഈ ഒരു ട്രാപ്പ് ട്രേഡിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല. ഫോറക്സ് മാർക്കറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഒരു ട്രാപ്പ് ബിറ്റ് കോയിനിലാണെങ്കിലും ക്രിപ്റ്റോ എവരിവെയർ ഈ ഒരു ട്രാപ്പ് ട്രേഡിങ് ഇഷ്യൂ ഉള്ളതാണ്. അതുകൊണ്ട് ബി വെയർ ഓഫ് ഇറ്റ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ബേസിക്കലി നമ്മുടെ